അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് സാലറി വന്നിട്ടുണ്ട്. ATM കാർഡ് കയ്യിലുണ്ട്. നമുക്ക് നേരെ പോയി ATM കാർഡിൽ പോയി ATM കാർഡല്ലോ ATM സെൻറ്ററിൽ പോയിട്ട് സ്വൈപ്പ് ചെയ്ത് ആ പൈസ അങ്ങ് എടുക്കണം അല്ലെ. കുറേ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം ഈ കാര്യം ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പോക്കറ്റ് വെക്കാം, നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ദിവസം കൊണ്ട് ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കുകയാണ്. എത്ര ദിവസം, 2 വർഷം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു ഞാൻ. അപ്പോൾ ഓക്കെ, വൈശൂട്ടി വന്നിട്ടുണ്ട്. വൈശൂട്ടി ഹായ് പറ. നമ്മളെ ചാനലിൽ ഫസ്റ്റ് സാലറി വന്ന് ചിലവെടുത്തണ്ടേ പറ. ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഭയങ്കര നാണം. ശരി, ഓക്കെ. അപ്പം സത്യം പറയല്ല, ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമൊന്നുമില്ല, കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചാണ് ഈ പൈസ നേരത്തെ കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാത്തിനും സമയമുണ്ടല്ലോ അല്ലേ, ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. കാരണം അത്രയ്ക്ക് എഫർട്ട് ഇട്ടാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് കാര്യം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ച വേറൊന്നുമില്ല, ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഭയങ്കര എളുപ്പമായിരിക്കും, ഒരു 10 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ച് ആവും, പെട്ടെന്ന് അങ്ങനെ പൈസ കിട്ടും വിചാരിച്ച്. പക്ഷെ അതിലല്ല കാര്യം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരുപാട് പഠിക്കണം. യൂട്യൂബ് ചാനലിനെ പറ്റി, ചാനലല്ലോ നമ്മൾ തന്നെ പഠിക്കണം. നമുക്ക് എന്താണ് ബെസ്റ്റായിട്ട് വരും, നമ്മളെ മൈനസ് ഏത് പ്ലസ് ഏതെന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലോട്ട് നല്ലപോലെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറേ പഠിച്ചിട്ടാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ഒരുവിധം റീച്ച്, ചെറിയ റീച്ച്. വലിയ യൂട്യൂബറിനെ ഞാൻ പറയുമ്പോൾ നമ്മളൊന്നുമില്ല, എന്നാലും ഓരോ ദിവസവും ഒരു ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. അതിൽ കുറച്ച് പേര് മാത്രമാണ് സക്സസ് ആയിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ അത് വേണം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അതിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഒരു എണ്ണി പറയാവുന്ന എണ്ണം മാത്രമേ ഉള്ളൂ. എത്ര പേര് ചാനൽ തുടങ്ങിയിട്ട് റീച്ച് ഇല്ലാത്തതുകൊണ്ട് പൂട്ടിയിട്ട് പോവുകയാണ്. അതിനുള്ള കാരണം കുറേ കാണുമായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ പൂട്ടിയിട്ട് പോകാനുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ട്. പിന്നെ പല പ്രാവശ്യവും പൂട്ടാൻ പാടില്ല, നമ്മൾ തുടങ്ങിയാൽ ജയിക്കണമെന്നൊരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയി. അതിനുള്ള മെയിൻ കാരണം ഒറ്റവൃത്തിയാണ്. ഞാൻ ഓരോ ടൈമും ഡൗൺ ആയി നിൽക്കുമ്പോൾ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് മാക്സിമം സപ്പോർട്ട് തന്നിട്ടുള്ളത്. ഗോപ്രോ ക്യാമറ വാങ്ങാനും ബൈക്ക് വാങ്ങാനും പിന്നെ ഓരോ വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പുള്ളിയാണ്. അപ്പോൾ നിങ്ങൾ പറയാനുണ്ടേ പറ. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. 2 വർഷത്തെ ഒരു എഫേർട്ടിന് കിട്ടിയ ഒരു. പിന്നെ ഒരു കാര്യം കൂടി കേട്ടാ, ഈ പൈസ വന്നിട്ട് ശമ്പളമായിട്ട് കണക്കാക്കാൻ പാടില്ല. ശമ്പളമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറവാണ്. അപ്പം ഞാൻ ഇട്ട എഫർട്ടുള്ള സാലറി അല്ല സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ കെട്ടിയ എമൗണ്ട് 9,000 കെട്ടിയിട്ടുണ്ട്. 9,000-ൽ ഒരു 50 രൂപ ടാക്സ് പോയിട്ട് 8,950 രൂപയാണ് അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാലറി. അപ്പോൾ ഇത് നമ്മൾ പൈസയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വെറുപ്പ് വന്നു, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര പൈസ കെട്ടിയോളുന്നുള്ളൂ. അതുകൊണ്ട് പൈസയായിട്ട് നോക്കാതെ യൂട്യൂബിനകത്ത് എന്നെ കൊണ്ടും പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാലറി വന്നിട്ട് ഞാൻ ഒരു വാല്യൂ ചെയ്യുന്നില്ല. ഇത് എനിക്കൊരു അവാർഡാണ്. യൂട്യൂബ് തന്ന എനിക്കൊരു അവാർഡ്, യൂട്യൂബ് അല്ല നിങ്ങൾ തന്ന അവാർഡാണ് അല്ലേ. ഇപ്പം എനിക്ക് യൂട്യൂബ് ചാനൽ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തത് എൻ്റെ വൈഫും എൻ്റെ ഫാമിലിയാണ്. എൻ്റെ അമ്മ അച്ഛന് പിന്നെ അവരെ വീട്ടിലെല്ലാവരും എൻ്റെ ഫാമിലി മൊത്തം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലപോലെ. അതില്ലെന്ന് പറയാൻ പറ്റില്ല. അവർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു കാരണമുണ്ട്. പക്ഷെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണില്ലേ, അതിനൊന്നും ഒരു കാരണവുമില്ല അല്ലേ. അൺകണ്ടീഷണൽ ലവ് ആണ്. അതായത് നിങ്ങളെ വീട്ടിലൊരു പയ്യനായിട്ട് നിങ്ങൾ നോക്കി, ഒരു ചേട്ടനോ അനിയനോ ഒരു മോനോ എങ്ങനെയോ നോക്കിയിട്ട് ഇപ്പോൾ ഇവനും ഒന്ന് രക്ഷപ്പെട്ട് വരണം, ഇവനും നല്ല സപ്പോർട്ട് കൊടുക്കണം, ഇവനും വലിയ യൂട്യൂബറിനെ പോലെ ഒരു യൂട്യൂബർ ആവണം എന്നൊരു വിചാരത്തോടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലേ, അതൊരു ഭയങ്കര വലിയ കാര്യമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും സ്പീച്ചും കാര്യം വേറൊന്നുമില്ല. ഇതൊരു ചെറിയ ഇത്രയും ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചതിൽ ഒരു ചെറിയൊരു ഇല മുളച്ചിട്ടുണ്ടല്ലേ, ആ ഇല ചെടിയെ മരമാക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെനിക്ക് വലിയ കാര്യമാണ്. ഒരു പയ്യൻ കമന്റ് ചെയ്തായിരുന്നു ഇതുപോലെ, 5000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, പക്ഷെ നിന്റെ ഷോ കണ്ടു കഴിഞ്ഞാൽ 5 മില്യൺ അല്ലേ, 50 മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ ഷോ ഉണ്ടല്ലോ. ഷോ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാണ് 5000 പേര്, ചുമ്മാ അങ്ങനെ ഈസിയായിട്ട് കെട്ടിയതല്ല. പിന്നെ ഒരു കാര്യം, അതായത് ഈ വലിയ ബംഗ്ലാവ് വീട്ടിൽ ഇരിക്കണില്ലേ, അവർക്ക് ആ വീടിന്റെ അരിത്തിരിക്കുമ്പോൾ ആ വാല്യൂ മനസ്സിലാവില്ല. അതായത് ഒരു വീടില്ലാത്ത ഒരുത്തന് ഒരു കുടിശ്ശ വീട് കെട്ടുമ്പോൾ അത് അവന് ബംഗ്ലാവായിരിക്കും. അതാണ് എൻ്റെ ഫീൽ, മനസ്സിലായ. ഒന്നുമേ ഇല്ലാതെ എനിക്ക് 5000 പേര് കെട്ടിയെന്നുണ്ടെങ്കിൽ 5000 പേര് എനിക്ക് 50 ലക്ഷം അല്ല 5 കോടിയുടെ സമയമാണ്. 5 കോടിയില്ല, അത് വാല്യുബിൾ ഇല്ല. അത്ര വലിയ എനിക്കൊരു ആ ഒരു ഫീലാണ്. അപ്പം അതുകൊണ്ട് ഷോ കാണിക്കും ഞാൻ, മനസ്സിലായ. ഷോ കാണിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആറ്റിറ്റ്യൂഡ് ഇല്ല, ഷോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഷോ കാണിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒരു ഫൺ അത്ര തന്നെ. എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു ഫൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഷോ കാണിക്കുന്നത്. അത് ഷോ ആയിട്ട് അയാൾ തോന്നിയിട്ടുണ്ടാവാം, അത് ഷോ അല്ല, എൻ്റെ ഒരു എനർജിയാണ് അല്ലേ. ആ എനർജിയുടെ ഔട്ട്പുട്ടാണ് ആ ഷോ ആയിട്ട് അയാൾ കാണുന്നത്. പിന്നെ അസൂയുള്ളവന്മാരും കുശുമ്പുള്ളവന്മാരൊക്കെ പലതും പറയും, മനസ്സിലായി. അവന്മാർ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കി നിൽക്കും. നമ്മൾ 100 നല്ല കാര്യം ചെയ്താലും അതിൽ ഒരു കാര്യം മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ച് ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ മഹാ തെറ്റുകാരനാണ്, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കാണിച്ച്, എന്തിനിതൊക്കെ. ഇപ്പൊ ഈ ലോകത്തെ ആരുമേ ബെസ്റ്റ് അല്ല, അറിയാമോ. ഞാൻ ഉൾപ്പെടെ നല്ലവൻ അല്ല. ഇവിടെ നല്ലവൻ എന്ന് പറയാൻ ഒരുത്തിന് വോയിസ് ഇല്ല. യൂട്യൂബർമാര് മാത്രം എപ്പോഴും നല്ലവന്മാരാക്കണം. നിങ്ങളും നല്ലതാവില്ലേ? എല്ലാവരും പറയണല്ലോ, ഈ കമന്റ് ചെയ്യണല്ലേ, നെഗറ്റീവ് കമന്റ് ഇടുന്നില്ലേ, അവിടെ ചോദിക്കുകയാണ്. നമ്മൾ മാത്രം എന്താ ചെയ്താൽ നിങ്ങൾ അങ്ങനെ ചെയ്യും ബ്രോ, ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, അത് ചെയ്യണം. നിങ്ങളും ചെയ്യും സമൂഹത്തിൽ നല്ല കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ആരെയും കുറ്റം പറയാൻ ആർക്കും വോയിസ് ഇല്ല. ഇവിടെ എല്ലാവരും തെറ്റുകാരൻ തന്നെ, എല്ലാവരും എല്ലാ തെറ്റും ചെയ്യുന്നുണ്ട്. അത് ആദ്യം മനസ്സിലാക്കണം, മനസ്സിലായ.
ചില ആൾക്കാരുണ്ട് നല്ല കമന്റ്സ് ഇടും, എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ തെറ്റാണെന്ന് പറയും ചെയ്യും, അത് കുഴപ്പമില്ല. ചിലവന്മാരുണ്ട് നെഗറ്റീവ് കമന്റ്സ് മാത്രമേ ഇടുള്ളൂ. അപ്പൊ നല്ല നല്ല മെസ്സേജ് നല്ല മോട്ടിവേഷൻ പറഞ്ഞാണ് നമ്മുടെ വ്ളോഗിന്റെ അകത്ത്. എത്രയോ ആൾക്കാർ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ സൊമാറ്റോ വഴി. ഞാൻ എത്ര കൊച്ചു പയ്യന്മാർ, അതായത് പഠിക്കുന്ന പയ്യന്മാർ, ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല ചേട്ടാ, ജോലിക്ക് ഒരു ആഗ്രഹമുണ്ട്, ചോദിക്കും. ഞാൻ എത്രയോ പേര് ആൾക്കാരെ ഞാൻ ജോലി കയറി വിട്ടിട്ടുണ്ട്, എത്രയോ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, അതൊന്നും വിഷയമില്ല. അപ്പൊ ഞാൻ ആരെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഞാൻ എല്ലാ കമന്റ്സും നോട്ട് ചെയ്യും, എല്ലാ കമന്റും എൻ്റെ ഓർമ്മയിലുണ്ട്, ആരാരും എന്തൊക്കെ പറഞ്ഞെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആരെയും മറക്കൂല. എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് നന്ദി, കോടി നന്ദിയുണ്ട്. സത്യം പറയാലോ, ഞാനൊന്നും യൂട്യൂബർ ആവുന്ന 1% പോലും വിശ്വാസമില്ലായിരുന്നു. ഒന്നും അറിഞ്ഞൂണ്ട്, സത്യം പറയാലോ, ഒന്നും അറിഞ്ഞൂണ്ട്. ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ ഭാവി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിയ സമയത്ത് എൻ്റെ ജീവിതം അവിടെ പോകണം, ഞാൻ എന്താവാൻ പോകുന്നു, അങ്ങനെ സമയത്താണ് സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചെയ്യാൻ തോന്നിയത്. അത് വലിയ കഥ പിന്നെ പറയാം, അതിലോട്ട് പോയാൽ ട്രാക്ക് മാറിപ്പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത്രയും എത്തി അല്ലേ. ഇപ്പൊ അത്ര 6500 അടുപ്പിച്ചാവറേ സബ്സ്ക്രൈബേഴ്സ്. ഒരാഴ്ചയിൽ 1000 അടിച്ച്. പണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം അല്ലേ, കഴിഞ്ഞ വർഷം 1000 സബ്സ്ക്രൈബർ അടിക്കാൻ അടുത്ത സമയം എന്ന് പറയുന്നത് 1.5 വർഷം അല്ലേ, 1.5 വർഷം എടുത്ത്. പിന്നെ അടുത്ത 1000 എന്ന് പറയുന്നത് 3 മാസം അല്ല 6 മാസം. പിന്നെ അടുത്ത 1000 3 മാസം. പിന്നെ അടുത്ത 1000 അടിച്ചത് 1 മാസം തോന്നും. പിന്നെ അടുത്ത 1000 ഒരാഴ്ച. കണ്ടാ, ഇത്രേ ഉള്ളൂ. പ്രാക്ടീസ്. ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം പ്രാക്ടീസ് മാക്സിമം ചെയ്യുക. നമുക്ക് ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതിനാദ്യം കണ്ടെത്തുക. അത് നമ്മളെ മനസ്സിലോട് നമ്മൾ ചോദിക്കണം, നമുക്ക് എന്താണ് ഇഷ്ടമുള്ള കാര്യം എന്നുള്ളത്. അത് ചോദിച്ചാൽ ആദ്യം മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ടാലൻ്റായിട്ട് മാറിക്കോളും. ഇതാണ് ഞാൻ പഠിച്ച എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻ ആണ്. ചിലർക്ക് ജോലി കളഞ്ഞ് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർ എന്നെ പോലെ ഒരു ജോലി ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ട് സൈഡിൽ കൂടെ ഈ ഇഷ്ടമുള്ള പാഷൻ ട്രൈ ചെയ്യണം. ചെയ്ത് ജയിക്കാൻ നോക്കും. ഒറ്റ ലൈഫേ ഉള്ളൂ, ഇനി കെട്ടൂല. വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഇനി പറഞ്ഞ കാര്യമില്ല, ഞാൻ അന്ന് അത് ചെയ്തതെങ്കിൽ ഞാൻ വലിയ ആളാവുന്നു. ഇപ്പൊ ഞാൻ ജയിച്ചെന്ന് പറയണല്ല, ഇപ്പൊ ഇത്രയും 2 വർഷം ട്രൈ ചെയ്തതിൽ ഒരു ചെറിയൊരു പച്ച പിടിച്ചല്ലേ എന്ന് പറയാം. അപ്പൊ അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഇല മുളച്ചിരിക്കുകയാണ് അല്ലേ, അതൊരു ചെടിയായിട്ട് മാറണം, ആ ചെടി ഒരു മരമായിട്ട് മാറണം. അത്ര തന്നെ. വലിയ ആഗ്രഹമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് എൻ്റെ ഫാമിലി നല്ലപോലെ കൊണ്ടുപോകണം. പിന്നെ എന്നെ പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാർ കുറച്ച് പേരെ സഹായിക്കണം. കുറച്ച് പേരെ, എനിക്ക് എല്ലാവരും സഹായിക്കാൻ പറ്റാമെന്നില്ല. പിന്നെ ഒരു കാര്യം, പണത്തിനോട് കൂടുതൽ മോഹം പാടില്ല. അതെനിക്ക് എൻ്റെ റിലേറ്റീവ്സിൽ കുറേ പേർക്ക് ആ ഒരു സ്വഭാവമുണ്ട്. ഞാൻ അത് കുറേ കണ്ടിട്ടുണ്ട്. പൈസ ഉണ്ടെങ്കിൽ വിലയുള്ളൂ. അപ്പം ആ പൈസ ഉണ്ടെങ്കിൽ വിലയുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തെറ്റാണ്. നമ്മൾ അതുപോലെ കാണിക്കാൻ പാടില്ല. കാരണം നമ്മൾ അതുപോലെ കാണിച്ചാൽ നമുക്കും അവർക്ക് വ്യത്യാസമില്ലാതെ പോകും അല്ലേ. അപ്പം നമ്മൾ ക്ലിയർ ആക്കണം. അപ്പം നമ്മളെ പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന സഹായം ചെയ്യുക. സഹായിച്ചിട്ടും കുഴപ്പമില്ല. ദ്രോഹം ചെയ്യൽ, അസൂയ കാണിക്കൽ, ഒരുത്തർ ഒന്ന് രക്ഷപ്പെട്ട് വരണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്ര തന്നെ കുറേ എമോഷണലായി, കുറേ സീരിയസ് ആയി, കുറേ ദേഷ്യമൊക്കെ വന്ന് വേറെ ഒന്നുമില്ല, അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ലേ, ദേഷ്യപ്പെടാനുള്ള അവകാശം എനിക്കുണ്ട്. എത്ര നെഗറ്റീവ് കമന്റ്സ് ഇട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് കമന്റ്സിൽ. കുറേ നെഗറ്റീവ് കമന്റ്സ് ഞാൻ സത്യം പറഞ്ഞാൽ വെളി പറഞ്ഞില്ല, ചീത്ത വിളിച്ചിട്ടുണ്ട്. അറിയാം എന്നെ എത്ര നെഗറ്റീവ് കമന്റ്. ഞാനൊന്നും കാര്യം പോകില്ല, നിർത്തി. എന്തിന്, ഇനിയും വന്നുകൊണ്ടിരിക്കും ആയിരക്കണക്കിന് ആൾക്കാർ. നമ്മൾ അതിന്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഉള്ള സമയം അങ്ങോട്ട് പോകും. ചില നെഗറ്റീവ് കമന്റ്സ് വരുമ്പോഴേ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടും. വേറെ ഒന്നുമില്ല, നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അത്ര തന്നെ. അപ്പൊ എന്തായാലും എൻ്റെ കൂടെ നിങ്ങൾ കാണുമല്ലോ അല്ലേ ലാസ്റ്റ് വരയ്ക്കും. അത്ര തന്നെ, അത് മതി. വേറെ വിഷയമൊന്നുമില്ല. കട്ടക്ക് നിൽക്കണം. വാ. അപ്പോ വേറെ ഒന്നും പറയണ്ട, കുറെ എന്തൊക്കെ പറഞ്ഞല്ലേ, മതിയാ. അപ്പൊ അത്ര തന്നെ. ഇനിയും പറയണോ? ഇപ്പോ തരുന്ന സപ്പോർട്ട് ഭാവിയിലും ഇനിയും എപ്പോഴും തന്നുകൊണ്ട് ഇരിക്കണം. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഈ ലെവല് വന്നത്. വലിയ ലെവലെന്ന് പറയുന്നില്ല, പക്ഷെ എങ്കിൽ പോലും ഒരുവിധം അറിയപ്പെടുന്ന ഒരു ചെറിയൊരു യൂട്യൂബർ ആയില്ലേ. യൂട്യൂബർ ചെറിയൊരു യൂട്യൂബർ അങ്ങനെ ഒരു ലെവൽ എത്തിയതിന് കാരണം ഈ 1ാമത്തെ സബ്സ്ക്രൈബർ തൊട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരുപാട് സന്തോഷം, താങ്ക്സ് ഉണ്ട്. പിന്നെ ഇനിയും ഈ സപ്പോർട്ട് ഇനിയും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. കുറച്ച് പ്ലാൻസ് ഉണ്ട് ഇനി ഫ്യൂച്ചറിൽ. അതായത് നമ്മൾ ഒരു ഫാമിലി വ്ളോഗ് കാണും, ഞാൻ വൈഫായിട്ട് കപ്പിൾ വ്ളോഗ് കാണും. അപ്പൊ അതൊക്കെ വ്ളോഗ് ചെയ്യും നമ്മൾ. അപ്പൊ അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സൊമാറ്റോ വ്ളോഗ് റീച്ച് വരുമ്പോൾ ആ വ്ളോഗിനും സപ്പോർട്ട് ചെയ്യണം മാക്സിമം. എല്ലാം ബൈക്ക് റൈഡ് തന്നെ അല്ലേ, ഫാമിലി വ്ളോഗ് മാത്രം കാറ്, ബാക്കി ബൈക്ക് തന്നെയല്ലോ. കാണ്, എന്തോന്ന് ചുമ്മാ ഫുഡ് എടുക്കുന്നു മാത്രം കണ്ടോണ്ടിരുന്നാ പോരാ, എല്ലാം കാണ്. ഇൻട്രസ്റ്റിംഗ്. മെയിൻ ആയിട്ട് ഇത് പറയുന്നത് സൊമാറ്റോ വഴി വന്ന ആൾക്കാരോടാണ്, അനിയന്മാരോടാണ്. നല്ല പയ്യന്മാരൊക്കെ എല്ലാ വീഡിയോസും കാണണം. എന്തായാലും നിങ്ങളുടെ ചേട്ടനെന്നല്ലേ പറയുന്ന, അപ്പൊ എല്ലാ വീഡിയോയും കാണണം. ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോ ആയാലും ചേട്ടത്തി പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ, ചേട്ടത്തി പറഞ്ഞ അനുസരിക്കണം. പിന്നെ ഒരു കാര്യം, ഒരു ചോദ്യം ചോദിക്കാം എൻ്റെ അടുത്ത്. അതായത് എന്തുകൊണ്ട് എനിക്ക് ഇത്ര സപ്പോർട്ട് ചെയ്തത്?
അല്ലേ? വേറെ ആരായാലും ശരി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് ഒരു ഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ ആരും കൊടുക്കൂല പെട്ടെന്ന്. ഞാൻ ഫണ്ട് ചോദിച്ചൊന്നുമില്ല, അവളെനിക്ക് തന്നതാണ്. എന്തുകൊണ്ട്? എന്തിന് അത് പറഞ്ഞു. എന്തുകൊണ്ട് എന്തിനെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ട്രാവൽ എന്ന് പറയുന്ന ഒരു പാഷൻ ഉണ്ടല്ലോ, എല്ലാവർക്കും ട്രാവൽ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ട്രാവൽ ഇഷ്ടമാണ്. അപ്പൊ ട്രാവൽ വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാലോ ഫസ്റ്റ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പം വിശ്വാസം അല്ലേ? വിശ്വാസമുണ്ട്. നമ്മളെന്തായാലും നശിപ്പിച്ച് കളയൂല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാന്നുള്ള ഒരു ധൈര്യമുണ്ട്. പിന്നെ ഇഷ്ടമുണ്ട്. അപ്പൊ എന്ത് വേണം ചെയ്യാം. ചേട്ടൻ വിളിക്കാന്നില്ല, നിങ്ങൾ മുമ്പിൽ വിളിക്കണോ ചേട്ടനൊക്കെ? എന്നെ വിളിക്കണ ചൂയിന്ന് വിളിക്കും അല്ലേ? എന്റെ ചൂയിക്ക് വേണ്ടിട്ട് എന്റെ കൊച്ചിലത്തെ പെറ്റ് നെയിം ആണത്. പെറ്റ് നെയിം എന്ന് പറയാൻ നിക് നെയിം, സോറി പെറ്റ് നെയിം ആണ്. എന്റെ നിക് നെയിം ആണ് ചൂയി എന്നാണ്. കൊച്ചിലെ വിളിച്ചാണ്, ഇപ്പൊ ആരും വിളിക്കൂല. ഇവളത് വിളിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് അറിയാതെ പറഞ്ഞു ഇവളടുത്ത്. അമ്മയും വിളിക്കും, ഞാനും അമ്മ. പിന്നെ നിങ്ങൾ വിളിക്കില്ല, നിങ്ങൾ സുധീഷ് ചേട്ടൻ വിളിച്ചാൽ മതി എപ്പോഴും പോലെ. നമ്മുടെ വീട്ടിനകത്തുള്ള എല്ലാരും നമ്മളെല്ലാരും ചൂയി എന്നാണ് വിളിക്കുന്നത്. അല്ലേ? ഞാൻ UY എന്നാണ് സേവ് ചെയ്തത്. അപ്പോ കൊടുക്കാൻ സ്നേഹം ഉണ്ടല്ലോ, പിന്നെ കൊടുത്താ എന്താ. ഇത് വേറെ തുടക്കം മാത്രമാണ് ഇപ്പം അല്ലേ? അപ്പൊ അതിന്റെ ഇനിയാണ് നിങ്ങളെ സപ്പോർട്ട് നല്ലപോലെ ചെയ്യേണ്ടത്. ഇതുവരെ ചെയ്യാൻ സപ്പോർട്ടല്ല. നമുക്കിപ്പോ 6000 അല്ലേ, 60000 ഈ വർഷം പറ്റുന്നുണ്ടെങ്കിൽ 6 ലക്ഷം ആയി കൊള്ളായിരുന്നു. ആഗ്രഹിക്കില്ല, ചുമ്മാ ഒരു ആഗ്രഹം. അത്രയും ആവൂല, ചുമ്മാ പറയണമെന്നുള്ള ഫണ്ടിന്. എനിക്കൊരു 60000 കിട്ടിയ കൊള്ളായിരുന്നുണ്ട്. മാസം എനിക്ക് സത്യം പറഞ്ഞാൽ വേറൊന്നുമില്ല. ഈ ഫുൾ ടൈം യൂട്യൂബർ ആവണം. ഒരു മാസം ഒരു കുഴപ്പമില്ലാതെ എമൗണ്ട് കൈ വരണം, കുടുംബം കഴിച്ചു പോകണം. അത്ര തന്നെ. എനിക്ക് വേറെ വിഷയമൊന്നുമില്ല. എനിക്ക് വലിയ ഫേമസ് ആവണമെന്ന് കാരണം വേറൊന്നുമില്ല. മോട്ടോ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അത്ര പാടാണ്. സാധാരണ വ്ളോഗ് പോലെ അല്ല. സാധാരണ ഒരു വീട്ടിൽ നിന്ന് വ്ളോഗ് ചെയ്യണത്, ഡെയിലി ലൈഫ് കിട്ടണതും ഒരു കാറിൽ പോകണതൊക്കെ പോലെ അല്ല. ബൈക്ക് വ്ളോഗ് എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണ്. അത് വെയിലായാലും മഴയായാലും പിന്നെ വിശപ്പ് ദാഹം എല്ലാം അടക്കി വെച്ചിട്ടാണ് സൊമാറ്റോ ജോലി ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വ്ളോഗ് ചെയ്യുന്നത്, വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്യണത്. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടൂല. രാത്രി ഒരു 2-3 മണിക്കാണ് എഡിറ്റ് ചെയ്യണത്. രാവിലെ ഉടനെ എഴുതുകയും വേണം. അപ്പം അങ്ങനെയൊക്കെ സമയമില്ലാത്ത സമയത്തോടെയാണ് നമ്മൾ എല്ലാ കാര്യം ചെയ്ത് ഈ ലെവൽ എത്തണത്. അതുകൊണ്ട് ഈ എഫേർട്ട് സാധാരണ എഫേർട്ടല്ല, ഒരു ഭയങ്കര എഫേർട്ടാണ് ഇട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ എഫേർട്ടിനുള്ള റീച്ച് ഇനിയും വേണം അല്ലേ? അത് നിങ്ങളിലുള്ളത്. എന്നെ കൊണ്ട് മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ബാക്കിയുള്ള നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആയിട്ടൊരു കാര്യം പറയാണ്ട് വേറൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും യൂട്യൂബർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ, യൂട്യൂബറോ സ്വന്തമായിട്ട് ബിസിനസ്സോ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുക. കാരണം സപ്പോർട്ട് കൊടുത്താലേ അവർ ഇഷ്ടപ്പെട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ചില ആൾക്കാർ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ജയിച്ച് വരും. ചില ആൾക്കാർ സപ്പോർട്ട് കൊടുത്താലേ ഒന്ന് മുന്നോട്ട് പോകുള്ളൂ. അതിന് എക്സാമ്പിളാണ് ഞാൻ അല്ലേ? എന്റെ സപ്പോർട്ട് ഇതാ, എന്റെ വൈഫ് ഫാമിലിയൊക്കെ തന്നെ. അപ്പോൾ സപ്പോർട്ട് മാത്രം പോരാ, എൻകറേജ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല. എടുത്ത ഉടനെ എല്ലാവർക്കും ബെസ്റ്റ് കൊടുക്കാൻ പറ്റൂല. ചെറിയ ചെറിയ അബദ്ധങ്ങളുണ്ട്, ചെറിയ ചെറിയ നല്ല അബദ്ധങ്ങളും ഉണ്ടാവും. അത് കളിയാക്കൽ, ദയവേത് കളിയാക്കലിന്. പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്നത് മാറി ഇട്ടുകൊണ്ടിരിക്കുക, അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ തന്നെ പറയണത് എന്റെ മനസ്സാക്ഷി എന്നോട് പറയാണ്. ഞാൻ സത്യം പറഞ്ഞ നെഗറ്റീവ് കമന്റ് വായിക്കുമ്പോൾ ചെറിയായിട്ടൊന്ന് ഫീൽ ആവും, ദേഷ്യവും വരും. മനുഷ്യനല്ലേ, വലിയ മഹാത്മാഗാന്ധിയും വലിയ ബുദ്ധനല്ലോ. ഈ നമ്മള് നെഗറ്റീവ് കമന്റ്സ് പറയുന്ന ആൾക്കാര്, ഇപ്പോ ഒരാള് പറഞ്ഞിരിക്കുന്നു ഷോ ആണെന്ന് പറഞ്ഞ് ഈ 50,000 സബ്സ്ക്രൈബറിന് ആ ചേട്ടൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ. സത്യം പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ച് നമുക്ക് ടാലന്റ് ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു വ്ളോഗ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, എഡിറ്റിംഗ് അറിയാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷെ ഒരു കാര്യം ഞാൻ മറന്നുപോയി. നെഗറ്റീവ് കമന്റ്സ് വരും, അത് ഫേസ് ചെയ്യാൻ പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം. അത് പിന്നെയാണ് പഠിച്ചത്, റീച്ച് ആകുമ്പോഴാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പം എന്തായാലും അത് പഠിച്ചേ പറ്റൂ. ഇപ്പം ഇനി ആര് യൂട്യൂബർ ആകാൻ ശ്രമിച്ചാലും ഫസ്റ്റ് വേണ്ടത് സൈക്കോളജിക്കലായിട്ട് നിങ്ങൾ തയ്യാറായി നിൽക്കണം. മെന്റലി ആയിട്ട് ആ ഒരു പ്രഷറൊക്കെ താങ്ങാൻ തയ്യാറായി നിൽക്കണം. എങ്കിൽ മാത്രമേ വന്നിട്ട് കാര്യമുള്ളൂ. അതാണ് ഏറ്റവും വലിയ പോയിന്റ് യൂട്യൂബിനകത്ത് വരേണ്ടത്. അപ്പോൾ അതൊക്കെ തയ്യാറെടുത്ത് പറഞ്ഞു. ഇനി എന്തൊക്കെ പറയുന്നറിയാം, എന്നെ ചീത്ത വിളിക്കും, എൻ്റെ വീട്ടുകാരെ ചീത്ത വിളിക്കും. ഇനി വരും, ഭാവിയിൽ ഒരുപാട് വരാൻ തന്നെ പോണത്. ഞാൻ അത്ര വലിയ ഇപ്പോൾ ഒരു എന്താ പറയുക സ്ട്രെങ്ത് ആയിട്ടില്ല. ഇപ്പോൾ കുറച്ച് മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. ചില കമന്റ്സ് റിപ്ലൈ കൊടുക്കാറുണ്ട്, എന്നാലും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല ഉമാർക്കൊന്നും. അപ്പോൾ എന്തായാലും ഇനി യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചീത്ത വിളി തെറിവിളിയൊക്കെ ഒരു ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ചില കമന്റ്സ് എനിക്ക് വരുന്നുണ്ട്, അതും ഞാൻ ബ്ലോക്ക് ചെയ്ത് പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ കാര്യങ്ങൾ മെയിനായിട്ട്. അപ്പോൾ ഇനി യൂട്യൂബർ ആവാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും മെന്റലി ആയിട്ട് തയ്യാറായിട്ട് വരിക. കുറച്ച് മനസ്സ് കട്ടി വേണം. അതായത് അവന്റെ കുടുംബത്തിന് ഒന്നും പറയില്ല, അവന്റെ വീട്ടുകാരെയോ അവന്റെ അനിയനോ അവന്റെ ചേച്ചിയോ അവന്റെ അമ്മ ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഒന്നും പറയില്ല അവൻ. കാരണം അത് അവന്റെ കുടുംബം. അയ്യോ, അവന്റെ കുടുംബം തൊട്ട് കഴിഞ്ഞാൽ ദേഷ്യം വരും. മറ്റുള്ള കുടുംബത്തിന് അവൻ എന്തും പറയാം. കാരണം അതിനുള്ള കമന്റ്സ് ഇടാനുള്ള ലൈസൻസ് ഉണ്ടല്ലോ യൂട്യൂബിനകത്ത്. ഇവരൊന്നും സംഭവം അറിയാമോ, സൈബർ സെല്ലിൽ ക്യാഷ് കൊടുത്താൽ കേസാവും. സൈബർ സെല്ലിൽ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റും. ആ അക്കൗണ്ട് ട്രാക്ക് ചെയ്ത്
അവനെ പിടിക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷെ എന്തറിയാമോ, അതിന്റെ ബാക്കി നടന്നു കഴിഞ്ഞാൽ നമ്മളെ സമയം വേസ്റ്റ് ആയി പോകും. പക്ഷെ അങ്ങനെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നിനക്കൊക്കെ ഭാവി ഇല്ലാതായി പോകും. വേറെ ഒന്നുമില്ല, നിനക്കൊരു പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിസ കിട്ടൂല, ഒരു ഗവൺമെന്റ് ജോലി അപ്ലൈ ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ കമന്റ്സ് ഇടുമ്പോൾ നോക്കി കമന്റ്സ് ഇടണം. ഒന്നേന്ന് പറയുള്ളൂ, നിന്റെ വീട്ടിൽ ആരെങ്കിലും യൂട്യൂബർ ആകുമ്പോൾ നീ ഇതേ കമന്റ്സ് അവിടെ ഇടണം. മനസ്സിലായോ? ഇട്ട് കാണിക്കണം. ഇടൂല. ശരി, അത്ര തന്നെ ഇതൊക്കെ പറയാനുള്ളൂ. എന്തായാലും സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യാതെ നെഗറ്റീവ് കമന്റ്സ് അടിച്ചവന്മാർക്ക് പാടാ. അത്ര തന്നെ, വേറൊന്നും പറയാനില്ല. ഓക്കെ, പറയാ അമ്മാരെ എന്തൊക്കെ പറയണെന്ന് അറിയാമോ? എന്നെ എന്തൊക്കെ പറയാന്ന് അറിയാം അമ്മാര്. അങ്ങനെയല്ല, നമ്മളിപ്പോ നമ്മള് നല്ലൊരു വീഡിയോ അല്ല അങ്ങനെ പോണോന്ന് പോടാ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. നല്ല നല്ല ആൾക്കാരെ വാ എന്ന് പറയണല്ലേ. ഈ ഇത് കമന്റ്സ് ഇടുന്ന ആൾക്കാരെ പോ അത്ര തന്നെ. ശരി, ഓക്കെ, തീക്ക സമയം കൊണ്ട് എനിക്ക് ജോലിക്ക് പോകണം. 5:30 മണിയായി. പിന്നെ ആ ഫ്ലോ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. ഒരുപാട് പേര് ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് വിചാരിച്ച ആൾക്കാരുണ്ട്. അതൊന്നും പറഞ്ഞിട്ടില്ല, അത് പോയിന്റ് ഇടയ്ക്കുള്ള കാര്യമാണ്. വിചാരിച്ച ആൾക്കാരുണ്ട്. വേറൊന്നുമില്ല, ഇത് എത്രത്തോളം പോകുന്നു നമുക്കറിയാം. ഇതൊക്കെ പിന്നെ അത് ഞാൻ ഇപ്പോഴും ഓർമ്മ വന്നത്, അതായത് ഇപ്പം സാധാരണ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ആൾക്കാർ എന്ത് പറയും? നമ്മൾ ആൾക്കാരല്ല, ചില ആൾക്കാർ എന്ത് പറയും? ഇതൊക്കെ എവിടെ വരെ പോകും? അല്ല, ഇവനും തുടങ്ങിയ ചാനല്, ഇപ്പൊ ഇവനും തുടങ്ങും, 4 വീഡിയോ നിർത്തിയിട്ട് പോകും എന്ന് വിചാരിക്കും. ഞാൻ 4 വീഡിയോ 40 ആക്കി. അപ്പൊ എന്ന് വിചാരിച്ച് റീച്ച് വേണ്ടേ, പൈസ വേണ്ടേ? റീച്ചും വന്ന്, ചാനൽ മോണിറ്റൈസ് ആയി, പൈസയും വന്നു. ഇനി എന്ത് വേണം അല്ലേ? ഇനി പറയുന്ന അറിയാമോ, വന്ന പൈസ 9,000 രൂപ, ഇതെന്തോ തികയാൻ പോകണം. മാസം ഒരു 10-40 രൂപ സമ്പാദിക്കണം. അതാണ് കഴിവെന്ന് കുറ്റം പറയണമാര് ലാസ്റ്റ് വരെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ എന്ത് ചെയ്താലും. ഇല്ല, ഒരുപാട് പേര് ഇങ്ങനെ ആലോചിച്ച ആൾക്കാർ ഞങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഞങ്ങളുടെ ഫാമിലിക്കകത്തുണ്ട്, ഞങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് തന്നെ അറിയാം ആരൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അവർക്കും കൂടെ ചേർത്തിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോ വേറൊന്നുമില്ല, ഞങ്ങൾ അഹങ്കരിക്കുകയാണെന്നുള്ളത് വിചാരിക്കണ്ട. അവരോട് ചേർത്ത് നാട്ടുകാർ, ഞങ്ങളുടെ ഒറിജിനൽ ജെന്യൂൻ ആയിട്ടുള്ള സബ്സ്ക്രൈബറോട് ചേർത്ത് പറയുവാണ്, ഞങ്ങൾ അഹങ്കരിക്കുകയാണെന്ന് വിചാരിക്കാൻ പാടില്ല. കാര്യം ഞങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരെയുമേ നമ്മൾ പൈസ ഇല്ല, നമ്മൾ പണമില്ല, ഇപ്പൊ ഞങ്ങൾ വാടക വീട്ടിലാണ് നിൽക്കുന്നത്. പൈസ കണ്ട് ആരെയും വാല്യൂ ചെയ്യില്ല ഒരിക്കലും. പൈസ എന്ന സാധനം വരും പോവും, മനസ്സിലായോ? പൈസ നിരന്തരമല്ല, നമ്മളെ സ്വഭാവവും നമ്മളെ ബിഹേവിയർ ഉണ്ടല്ലോ, രണ്ടും ഒന്ന് തന്നെ. മലയാളം ഇംഗ്ലീഷ് പറഞ്ഞുള്ളൂ. ഇതൊക്കെയാണ് ഏറ്റവും വലുത്. മറ്റുള്ളവർ സ്നേഹിക്കുക, സ്നേഹിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഉപദ്രവിക്കില്ല, അത്ര തന്നെ. കുറ്റം പറയില്ല പൈസ ഇല്ല. പൈസയൊക്കെ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. എൻ്റെ റിലേറ്റീവിൽ കുറേ പേരുണ്ട് പൈസ സ്നേഹിക്കുന്ന ആൾക്കാർ. അവരും നമ്മളതിൽ പൈസ വന്നാൽ അവർ നമ്മളെ സ്നേഹിക്കും, അത് വേറെ വിഷയം. അങ്ങനെ സ്നേഹിക്കേണ്ട ഒരു ആവശ്യമില്ല. പൈസ കണ്ട് ഒരുത്തന് വരണ്ട, മനസ്സിലായ? എന്നെ ഇപ്പം ബിഗിനിങ് സ്റ്റൈലിൽ സ്നേഹിക്കണല്ലേ, അവർ മതി എനിക്ക്. ഞാൻ ഒരു പ്ലാൻ ചെയ്തു, അതായത് എനിക്ക് ഇപ്പം ചിലർ പറയും എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ബന്ധുക്കളെ കളയാൻ പാടില്ല. ഞാൻ ബന്ധുക്കളെ കളയണമെന്ന് പറയുന്നില്ല, നല്ല ബന്ധുക്കൾ മാത്രം, നല്ല ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാർ മാത്രം വച്ചിട്ട് ബാക്കിയുള്ളവരെ കളയുക, അത്ര തന്നെ. ഒരു 10 പേര് മതി നമുക്ക്, അല്ലേ? നല്ല ബന്ധുക്കൾ ഒരു 10 പേര്, നല്ല കൂട്ടുകാർ 10 പേര്, ബാക്കിയുള്ള 100-1000 പേരെ നമുക്ക് വേണ്ട. നമുക്കൊരു ആപത്ത് സമയത്ത് നമ്മളെ സഹായിക്കാത്തമാര് നമുക്കെന്തിന്, അല്ലേ? സഹായിച്ചാലും കുഴപ്പമില്ല, ഉപദ്രവിക്കല്, ദ്രോഹിക്കല്, നമ്മൾ കുറ്റം പറയില്ല, നമ്മൾ ഒരുമാതിരി അസൂയ കാണിക്കില്ല നമ്മുടെ അടുത്ത്, നമ്മൾ ഇൻസൾട്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ വേണ്ട, എന്തിന് വേണ്ട. നമ്മളെ കയ്യിൽ ജോലിയുണ്ട്, അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്, മതിയും. അത് വെച്ച് നമുക്ക് ജീവിക്കാം സുഖമായിട്ട്. എന്തിനുമാരെ താങ്ങിക്കൊണ്ട് നടക്കണം, അത് ആവശ്യമില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ വാശി ഉണ്ടാവും. അവരെന്നെ യു ഓൺലി യു ഐ വിൽ റിവെഞ്ച് യു, അല്ലേ? സുമാർ ഫണ്ട് അത്ര തന്നെ. അപ്പൊ നമ്മൾ എന്തായാലും അതുപോലത്തെ ആൾക്കാരെ ഓർമ്മിച്ചേക്കില്ല, കാരണം നമുക്ക് 100 ജോലിയുണ്ട്, നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണം, അല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എൻ്റെ ഞാൻ പോവുകയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പൈസ എടുക്കണ്ടേ? എടുക്കണം താല്പര്യം ഉണ്ടായിരുന്നു. അതിനുമ്പ് ഒരു കാര്യം പറയാം. അതായത് അക്കൗണ്ടിൽ പൈസ വന്നു, ബാങ്കിൽ IOB ആണ് ബാങ്ക്. അപ്പോൾ ഒരു 3 മാസം കൊണ്ട് പെൻഡിങ് ആണ് ബൈക്കിൻ്റെ ലോണ്. അവിടുത്തെ ബാങ്ക് മാനേജർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, എന്തായി ഞാൻ പറഞ്ഞ് യൂട്യൂബിൽ സാലറി വരും, ആ സാലറി നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ 3 മാസത്തെ പെൻഡിങ് ഈ സാലറി വന്നപ്പോൾ അങ്ങ് ക്ലിയർ ആയി, അത്ര തന്നെ. 8,000 ക്ലിയർ ആയി, ബാക്കി ഒരു 1,000 ഉണ്ട്. ആ 1,000 രൂപയിൽ ഒരാൾക്ക് 500 കടം കൊടുക്കാനുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 400 രൂപ ഉണ്ട്. ആ 400 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും, അത്ര തന്നെ. ഇത് തന്നെ കാര്യം. കാരണം ഇത് വലിയ സാലറി അല്ല, എന്നാലും കുറച്ച് കാര്യം കഴിഞ്ഞ് പോയില്ലേ, അതിന് വലിയ കാര്യം. അപ്പോൾ കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു 10 പേർക്ക് സൊമാറ്റോയിൽ വർക്ക് ചെയ്യണം, സൊമാറ്റോ, സ്വിഗ്ഗി, അതായത് ഫുഡ് ഡെലിവറി ജോബ് വർക്ക് ചെയ്യുന്ന 10 പേർക്ക് ഫുഡ് കൊടുക്കണം, ഉച്ചയ്ക്ക് ഒരു ലഞ്ച്, ഒരു ബിരിയാണി എന്തെങ്കിലും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ട്രിപ്പ് പോകണമുണ്ടായിരുന്നു, കാറിൽ ഒരു ചെറിയ ട്രിപ്പ് ഇറങ്ങിയിട്ട്, അല്ലേ? പോയിട്ട് വരുന്ന വഴിക്ക് ലുലു മാൾ കയറിയില്ല, ആഹാരം ലുലു മാളിലോ മാൾ ഓഫ് ട്രാങ്കിൾ തുടങ്ങി ആഹാരം കഴിച്ചിട്ട് ഒരു സിനിമയ്ക്ക് പോയിട്ടാണ് പ്ലാൻ ഉണ്ടായിരുന്നു.
പിന്നെ ബാക്കിയുള്ള പൈസ എന്തെങ്കിലും ഐശുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അത്ര തന്നെ, വലിയ പ്ലാൻ ഒന്നുമില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പൈസ നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. ഈ പൈസ അവരെടുത്ത് ബാങ്ക് ലോണിന്. പിന്നെ ഇതാണ് കണക്കും കാര്യങ്ങളൊക്കെ. ഞാൻ എന്തുണ്ടെങ്കിലും ഓപ്പൺ അപ്പ് പറയാം നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ ഇപ്പം കിട്ടിയ സാലറി എന്തായാലും നമുക്ക് ചിലവായിട്ടുണ്ട് ബാങ്ക് ലോൺ വേണ്ടിയിട്ട്. കുഴപ്പമില്ല. നമുക്ക് ഇനി വരുന്ന സാലറിയിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഓക്കെ, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും എനർജി ഇല്ല, പോയാ ചാർജ് കുറഞ്ഞു കേട്ടാ. ശരി, എന്ത് കഷ്ടം വന്നാലും ഇപ്പൊ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ഇനി ഓരോ സെക്കൻഡും ആക്കണം അല്ലേ? ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫിലേ ഉള്ളൂ, 10 ലൈഫൊന്നും ഇല്ലല്ലോ അല്ലേ? അടുത്ത ജന്മത്തിൽ എന്താണെന്ന് ആർക്കറിയാം. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കാമോൺ ഗായ്സ്, കട്ടക്ക് നിക്കണം, കട്ടക്ക് നില്ലേ, ജയിക്കാം.